മുസ്ലിമീങ്ങൾക്ക് പലസ്തീൻ എന്ന് പറയുന്നത്, അവിടെയുള്ള മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കിബിലയാണ്. അത് ഒരുപാട് പ്രവാചകന്മാരുടെ ഭൂമിയാണ്. അതിലുപരി അവിടെ നോവനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച പോലെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കണം. ഒരു ഉമ്മത്തായി പ്രവർത്തിക്കേണ്ട സമയമാണിത്. അവരെ വിശപ്പ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾക്കുള്ള പരീക്ഷനാണ്. നമ്മുടെ നിശബ്ദതയുടെ വിലയാണ് ആ പിഞ്ചു മക്കൾ എന്ന് മനസ്സിലാക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാ. എന്തിനാപ്പ ഗസ ചർച്ച ചെയ്യണം? അത് കുറെ ദൂരത്തല്ലേ. എനിക്കുള്ളതൊക്കെ എന്റെ അധ്വാനം കൊണ്ടുണ്ടായതാണ്. ശീതീകരിച്ച റൂമിൽ കിടക്കുമ്പോ ആലോചിക്കണം, ഇതിന് ഞാൻ കണക്ക് പറയണം. കഴിക്കുന്ന ഭക്ഷണം ഏതെങ്കിലും നമ്മളെ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയി തട്ടിയിടുമ്പോ ആലോചിക്കണം, ഇതിന് ഞാൻ കണക്ക് പറയണം. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിനും വാച്ചിനും നമ്മുടെ ചെരുപ്പിനും നമ്മുടെ ഡ്രസ്സിനും അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണം. ഇതൊന്നും വാങ്ങണ്ടെന്നല്ല, പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വേണം പ്രിയരെ. നമ്മൾ ചില വസ്തുക്കളെ ബൈക്കോട്ട് ചെയ്യേണ്ടി വരും. ഇസ്രായേലിനെ സഹായിക്കുന്ന ഇന്ന പ്രൊഡക്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു സവനപ്പണ്ട് കുടിച്ചാൽ എന്താ സംഭവിക്കുന്നുണ്ട് പ്രിയരെ. അത് കൃത്യമായി ഏതൊക്കെ വസ്തുക്കളാണ് എന്ന് ആലോചിച്ച് പഠിച്ചത് മനസ്സിലാക്കി ആ വസ്തുക്കൾ ചെയ്ത് മാറ്റി വെക്കേണ്ടി വരും.